നമസ്കാരം. പിണറായി സർക്കാരിന്റെ പല പദ്ധതികളുടെയും കുടം പടിക്കലുടച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ പടിയിറങ്ങുന്നു. രാജേന്ദ്ര ആർലേക്കറാണ് പുതിയ ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങുന്നത് സർക്കാരിന് ആശ്വാസമായിരിക്കാം. പക്ഷേ വരാൻ പോകുന്നത് അതിലും വലിയ വിപത്താണോ? കരുതലോടെയാണ് CPM-ന്റെ പ്രതികരണം. വരട്ടെ, നോക്കട്ടെ എന്ന ലൈൻ. എന്തായാലും അങ്ങോട്ട് കയറി മുട്ടാനില്ല. അതുകൊണ്ട് ആർലേക്കറുടെ ഉറച്ച RSS പശ്ചാത്തലം അറിഞ്ഞിട്ടും കണ്ടമട്ട് കാട്ടിയില്ല MV ഗോവിന്ദൻ. ആ അടവു നയം എവിടെയെത്തും? ഗോവയാണ് ആർലേക്കറുടെ തട്ടകം എന്നുവെച്ചാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനം. അവിടെ ഭരണവും തുടർഭരണവും ഉറപ്പാക്കിയ BJP നീക്കങ്ങളുടെ ചതുരംഗക്കളത്തിലെ പ്രധാന കളിക്കാരൻ. കേരളത്തിൽ തൃശൂർ താലത്തിൽ വെച്ച് BJP-ക്ക് കൊടുത്തതിൽ സഭയ്ക്കുള്ള പങ്ക് സുവ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സഭയിലേക്കുള്ള പാലമാകുമോ ആർലേക്കർ? അതിന് സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ വില കൊടുക്കേണ്ടി വരുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന് ഇനി RSS ഗവർണറോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും നിതിൻ കണിച്ചേരി, കോൺഗ്രസിൽ നിന്ന് നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, BJP-യുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പ്രശാന്ത് മലവയൽ എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, ഈ ആർലേക്കറുടെ വരവിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഒരു ഗവർണർ മാറുന്നു, അടുത്ത ഗവർണർ വരുന്നു. BJP ഭരിക്കുന്ന സമയത്ത് BJP-യുടെ വേണ്ടപ്പെട്ട ആളുകൾ RSSകാർ ഗവർണർ സ്ഥാനത്തേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പിന്നെ ഒരു ഗവർണർ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണും അല്ലെങ്കിൽ ചെയ്ത് കളയും എന്നൊരു വിശ്വാസവുമില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജി പോലും നേരെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ പോയി വിദ്വേഷം പ്രസംഗിക്കുന്ന ഈ കാലത്ത്, പള്ളിയുടെ അടിയിൽ പോയി ശിവലിംഗം തപ്പാൻ വേണ്ടി വിധി കൊടുക്കുന്ന ഈ കാലത്ത് ഏതെങ്കിലും ഒരു ഗവർണർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന തരത്തിലൊന്നുമല്ല. വരട്ടെ, വരുന്ന സമയത്ത് കാണാം. ഏതായാലും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയി അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു കുങ്കിയാനയുടെ റോളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത്. ചില വിഷയങ്ങളിലൊക്കെ വല്ലാതെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി നമ്മളൊക്കെ വിചാരിക്കും സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരാണ് എന്ന്. പക്ഷേ ആ പോരൊന്നുമല്ല. എങ്ങനെയാണോ സ്വന്തം കോർട്ടിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റിനെ അല്ലെങ്കിൽ CPM-നെ എത്തിക്കേണ്ടത് അത് എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഇനി കുങ്കിയാന പോയി കഴിഞ്ഞാലും കുങ്കിയാനയുടെ പണി എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിക്കൊണ്ട് ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു. സമീപകാല പ്രസ്താവന ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ നയവ്യതിയാനം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ പേടിപ്പിച്ചതുപോലും അവരുടെ നയവ്യതിയാനത്തിന് കാരണമായിട്ടുണ്ടാവും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലാതെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് ഒരു LDF-ന്റെ നേതാവ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നു. അതിനെ സപ്പോർട്ട് കൊടുക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ടാകുന്നു. കേരളത്തിൽ ഒരു കാലത്തും കാണാത്ത നയവ്യതിയാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പപ്പു എന്ന് BJP-ക്കാർ വിളിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്നു. BJP-ക്ക് ഒരു സമ്മാനം. BJP-ക്ക് അന്നും പിണറായി വിജയൻ സമ്മാനം കൊടുത്തു. ഇപ്പോൾ BJP ഏറ്റവും ആഗ്രഹിച്ച തരത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ നാവുകളിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നു. ഇപ്പൊ BJP ആഗ്രഹിച്ചിടത്ത് കേരളത്തിലെ ഇടതുപക്ഷം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തയാൾ വരുന്ന സമയത്ത് അങ്ങ് ഈ ഗവൺമെന്റിനെ നടത്തിച്ചു കൊണ്ടുപോയാൽ മതി. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നല്ല. അല്ലെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? തികച്ചും വ്യക്തിപരമായ ഈഗോ സെൻട്രിക്കായ കുറെ കാര്യങ്ങളാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണം എന്നുള്ളത് CPM-ന്റെ ആവശ്യമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണമെന്ന് CPM പലവട്ടം പറഞ്ഞു. അത് നരേന്ദ്രമോദി ചെയ്തു കൊടുത്തു. മറ്റൊരാളെ അയച്ചു, നിങ്ങൾക്ക് ഞാൻ മറ്റൊരാളെ തരാം. അതിനപ്പുറത്തേക്ക് എന്ത്? ശരി നിജേഷ്, ഇപ്പോൾ നിതിൻ കണിച്ചേരിയുമുണ്ട്. ശ്രീ നിതിൻ കണിച്ചേരി, സമ്പൂർണമായും RSS പശ്ചാത്തലമുള്ള ആദ്യത്തെ ഒരു ഗവർണറെ കേരളം കാണാൻ പോവുകയാണ് ഈ പുതുവത്സരത്തിൽ. എങ്ങനെയാണ് ഇടതു സർക്കാർ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ 5 നിയമനങ്ങളിൽ കേരളവുമായി ബന്ധപ്പെട്ട് വേറിട്ട് നടത്തിയിരിക്കുന്ന ഈ ഇടപെടലിനെ കാണുന്നത്? ഇല്ല, കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റുകയും ബീഹാറിലുണ്ടായിരുന്ന രാജേന്ദ്ര
വിശ്വനാഥ് ആർലേക്കറെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരാണ് ഗവർണർമാർ എവിടെയൊക്കെ പ്രവർത്തിക്കണം, എവിടെയൊക്കെയാണ് ചുമതല വഹിക്കേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത്. ആ തീരുമാനം കേന്ദ്രത്തിലെ മോഡി സർക്കാർ എടുത്തിരിക്കുന്നു. വരട്ടെ, ഗവർണർ വരുമ്പോൾ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. പക്ഷെ ഏത് ഗവർണർമാർ വന്നാലും ഗവർണർമാരുടെ ചുമതല എന്ത് എന്ന് ഭരണഘടനയിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ആ നിർവചിച്ചത് വെച്ചുകൊണ്ട് വേണം ഗവർണർമാർ സാധാരണയായി പ്രവർത്തിക്കാൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭ മുതലുള്ള എല്ലാ കാലത്തും സാധാരണ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഏതാണ്ടൊരു പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് കേരളത്തിൽ പെരുമാറിയിരുന്നത് എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ സുഗമമായ മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഗവർണർക്ക് അർഹമല്ലാത്ത, അനുവദനീയമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നീതിപൂർവമല്ലാതെയും അതുപോലെ തന്നെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമില്ലായ്മയും നിർവഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ കേരളം കണ്ടതാണ്. അതിന്റെ ഭാഗമായി ശക്തമായ ഏറ്റുമുട്ടലും. പക്ഷേ ഗവർണറുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വഴങ്ങുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് ഗവർണറുമായിട്ടുണ്ടായ പല വിഷയങ്ങളിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, അതുപോലെ തന്നെ കോടതിയിലേക്ക് വരെ നീണ്ടുപോയിട്ടുള്ള നിയമപ്രശ്നങ്ങളിൽ നിന്നെല്ലാം കേരളം നിജേഷ് പറഞ്ഞ ആദ്യഘട്ടത്തിലെ പ്രയോഗം നിതിൻ കേട്ടോ എന്ന് എനിക്കറിയില്ല. അല്ലല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ റോൾ അവസാനിപ്പിച്ച് പോവുകയാണ്. കുങ്കിയാനയുടെ റോളായിരുന്നു. ഇനിയിപ്പോൾ ആ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. CPM-നെ എങ്ങനെയൊക്കെ നയപരമായി വ്യതിചലിപ്പിച്ചുകൊണ്ട് BJP-യുടെ പാദസേവകരാക്കാൻ കഴിയുമോ ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് നിങ്ങളിലൂടെ അത് നിർവഹിച്ച് അദ്ദേഹം പടിയിറങ്ങുകയാണ്. ദൗത്യം പൂർത്തിയാക്കി പോവുകയാണ് ആരിഫ് എന്നാണ് നിജേഷ് അരവിന്ദ് പറയുന്നത്. അല്ല, അത് നിജേഷ് അരവിന്ദ് അത് പറയണം, അദ്ദേഹം തന്നെ അത് പറയണം. എന്ത് കാരണം എന്ന് വെച്ചാൽ, ആരിഫ് മുഹമ്മദ് ഖാന്റെ സർട്ടിഫിക്കറ്റോടുകൂടി കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസുകാർ, എങ്ങനെയാണ് ലീഗുകാർ എല്ലാം അവരോധിക്കപ്പെട്ടത് എന്ന് നിജേഷ് ഒന്ന് KPCC ഓഫീസിൽ പോയി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ആരാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നിലപാടിനെ RSSന് വേണ്ടി കഴിഞ്ഞ 5 വർഷം RSSന് വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോ ആരാണ് ഒത്താശ ചെയ്തത്? നിജേഷിന്റെ നേതാവ് VD സതീശനാണ്, കേരളത്തിലെ കോൺഗ്രസ് ആണ്. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കേരളത്തിലെ സർവകലാശാല നിജേഷ് നിങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനുമായി നിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ നിതിൻ കേൾക്കാമല്ലോ. പക്ഷേ ചില നിർണായക സന്ദർഭങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുമുണ്ട്. അങ്ങിപ്പോൾ ഏറ്റുമുട്ടിയതിന്റെ കഥകൾ മാത്രമാണ് പറയുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു, വെടിനിർത്തലുകൾ ഉണ്ടായി എന്നത് എല്ലാവരുടെയും മുന്നിലുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരെ മാത്രമാണ് തിരികെ കയറ്റിയത് എന്ന് പറയരുത്. അവരെ മാത്രമല്ല, ലീഗിന്റെ ബന്ധപ്പെട്ടവരെയും ഇങ്ങനെ തന്നെ തിരികെ കയറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, RSSകാരെ സ്വാഭാവികമായിട്ടും, അതല്ല ലീഗുമായി ബന്ധപ്പെട്ടവരെയും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ അതിൽ നിങ്ങൾ വേർതിരിച്ച് കോൺഗ്രസിൽ മാത്രമാണ് ഇതുമായി ആനുകൂല്യം പറ്റിയവർ എന്ന് പറഞ്ഞുകൂടാ. ഇനി ഒരു കാര്യം കൂടി നിതിൻ, ഒരു കാര്യം കൂടി, ഏറ്റുമുട്ടലിന്റെ പരമാവധിയിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. ലീഗിനെയും കടത്തിവെട്ടിക്കൊണ്ട്. അങ്ങേക്ക് അറിയുന്നതാണല്ലോ, പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ് ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള പ്രമേയത്തിലേക്ക് പോകാമെന്ന്. ആരാണ് പിൻവാങ്ങി നിന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് നിതിൻ? ശ്രീ വേണു, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിന്റെയും UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിന്റെയും എല്ലാം ആളുകളെ എങ്ങനെയാണ് ഗവർണർ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുന്നത്? ആരാണ് അദ്ദേഹത്തിന് ആ ലിസ്റ്റ് കൊടുക്കുന്നത്? ആർക്കാണ് ഗവർണറുമായി അവിശുദ്ധമായ ബന്ധമുണ്ടായിരുന്നത്? രാഷ്ട്രീയമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായ നീക്കങ്ങൾ നടത്തുമ്പോൾ ആ നീക്കങ്ങളിൽ ഗവർണർക്കൊപ്പം നിൽക്കുകയാണല്ലോ UDF-ന്റെ നേതൃത്വം എല്ലാ കാലത്തും ചെയ്തത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നയിക്കുന്നവരാണ്. സർക്കാരിനെ നയിക്കുമ്പോൾ ഭരണഘടനാപരമായ ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക. സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാരിനൊപ്പം പ്രവർത്തിക്കേണ്ടെന്ന ഘട്ടങ്ങളിൽ അതിന് തയ്യാറാകാതെ കോൺഗ്രസ് എങ്കിൽ എന്തുകൊണ്ട് അതേ കോൺഗ്രസ് എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിക്കാനുള്ള ഒരു പ്രമേയത്തിലേക്ക് പോകാം എന്ന നിലപാട് എടുക്കുന്നു? അതിൽ സംശയം തോന്നിയതുകൊണ്ടാണോ നിങ്ങൾ കൂടെ നിൽക്കാതിരുന്നത്?
അല്ല നോക്കൂ, അതല്ല, ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നിലപാടുകളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായി വന്ന നിലപാടുകളിലെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെയും RSSന്റെയും താല്പര്യത്തിനൊപ്പമാണ് കേരളത്തിലെ UDF നിന്നിരുന്നത്. അത് ഏറ്റവും ഒടുവിലെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ഒരു ചർച്ചയാകുന്നതുവരെ ആ സമയങ്ങളിലെല്ലാം രാഷ്ട്രീയമായി ആരിഫ് മുഹമ്മദ് ഖാന്റെ താല്പര്യത്തിനൊപ്പമാണ് ഈ കേരളത്തിലെ UDF നിന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾ അദ്ദേഹം ആരിഫ് ഗവർണറുമായി ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി. സർവകലാശാലകളുടെ സ്വയംഭരണത്തിന്റെ പ്രശ്നത്തിൽ, VC-മാരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ, സെനറ്റ് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമിക്കുന്ന കാര്യത്തിൽ ഇതിലെല്ലാം എന്റെ ചോദ്യം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം നിയമസഭയിൽ എടുത്ത നിലപാടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിപ്പിക്കുന്നതിനുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിപ്പിക്കുന്നതിനുള്ള ഒരു പ്രമേയത്തിലേക്ക് പോയിക്കൂടെ എന്ന്. ഇതേ ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് കത്തയക്കാൻ ആലോചിച്ചല്ലോ മുഖ്യമന്ത്രി. അതിനു മുൻപായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഇത്തരമൊരു വാഗ്ദാനം. നിങ്ങൾ അന്നത് ചെവിക്കൊള്ളുകയും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് വൈകി ഉദിച്ച വിവേകം, നിങ്ങൾക്ക് വൈകി ഉദിച്ച വിവേകമെങ്കിൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷത്തിനപ്പുറം പ്രിയപ്പെട്ടവൻ ഗവർണറായിരുന്നു. നിങ്ങൾക്ക് വൈകി വിവേകം ഉദിച്ചപ്പോൾ മാത്രമാണ് കത്തെഴുതാനുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പോയത്. ശ്രീ വേണു, ഇനി ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ മാറ്റി, RSSന്റെ ആരും വന്നോട്ടെ, ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി മറ്റൊരാൾ വന്നാൽ ഇതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു സമീപനമൊന്നും കേരളം പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ? രാഷ്ട്രീയമാണ് പ്രശ്നം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയോ ആർലേക്കർ എന്ന വ്യക്തിയോ അല്ല പ്രശ്നം. RSSന്റെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും താല്പര്യമാണ് പ്രശ്നം. ആ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയമായി ഈ സർക്കാരിനെ തകർക്കാനുള്ള നീക്കം RSSന്റെ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിനകത്ത്, ബീഹാറിനകത്ത് നോക്കൂ. വേണു പറയുന്നു, ഞാൻ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി നിങ്ങൾ കേരളം ആവശ്യപ്പെടുന്ന ഒരാളെയാണോ കേന്ദ്രം തരാൻ വേണ്ടി പോകുന്നത്? അതാണ് ചോദിക്കുന്നത്. ഒരു കാര്യം ഇതിന് മനസ്സിലാക്കണം. ആരിഫ് മുഹമ്മദ് ഖാൻ പുതുമുഖമായിരുന്നു ഗവർണർ പദവിയിൽ ആണല്ലോ. അങ്ങനെയല്ല ആർലേക്കർ. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ പല വഴിത്താവളങ്ങളിൽ നിന്ന് BJP-യിലെത്തിയ ആളാണ്. 26-ാമത്തെ വയസ്സ് മുതൽ പാർലമെന്റ് രംഗത്ത് സജീവമാണ്. കോൺഗ്രസ്, ഈ പറയുന്ന ക്രാന്തിദൾ, അങ്ങനെ പല BSP, അങ്ങനെ പല പാർട്ടികൾ കയറിയിറങ്ങി ഒടുവിൽ BJP-യിലെത്തിയതാണ്. അങ്ങനെയല്ല ആർലേക്കർ. അടിയുറച്ച സംഘപരിവാറിന്റെ ആളാണ്, അടിയുറച്ച സ്വയം സേവകനാണ്, അടിയുറച്ച BJP-യുടെ നേതാവാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. അപ്പോ പുതുമുഖമല്ല, ഭരണഘടന തന്നെ വേണ്ട. ഒരു സെക്കൻഡ് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ അംഗീകരിക്കാത്ത RSSന്റെ കൃത്യമായ മുഖമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിട്ടും ആർലേക്കറെ നിങ്ങൾ മുൻവിധിയില്ലാതെ സ്വീകരിക്കുന്നു എന്ന നിലപാടെടുക്കുന്നത് എന്തുകൊണ്ട്? നോക്കൂ, സർസംഘചാലക് വരട്ടെ, RSSന്റെ ചാലകിനെ കേരളത്തിന്റെ ഗവർണർ ആക്കട്ടെ. എന്താ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? RSSന്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാൻ ഏത് ഗവർണർ ശ്രമിച്ചാലും അതിന് കേരളം വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. എന്റെ ചോദ്യം അങ്ങയുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മുൻവിധിയില്ലാതെ കാണാൻ പോകുന്നു എന്നാണ്. നോക്കൂ, ഒരു കാര്യം നോക്കൂ, നിങ്ങൾ പറഞ്ഞു ആണല്ലോ, തീർച്ചയായും ഏത് ഗവർണർ വന്നാലും ഒരു ഗവർണർ വരുമ്പോൾ മുൻവിധിയോടുകൂടിയല്ല സംസ്ഥാനത്തിന് ഭരണ നേതൃത്വം കൊടുക്കുന്നവർ അതിനെ കാണേണ്ടത്. ആ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏറ്റുമുട്ടലിനാണ് വരുന്നതെങ്കിൽ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ വേണു ഇവിടെ ആർലേക്കറെ കുറിച്ച്, അദ്ദേഹത്തിന്റെ RSS ബന്ധത്തെക്കുറിച്ചും 89-ൽ BJP-യിൽ മെമ്പർഷിപ്പ് എല്ലാം പറഞ്ഞു. ആയിക്കോട്ടെ, എത്രയും വലിപ്പമുള്ള ആയിക്കോട്ടെ, വന്നിട്ടെന്താ ഈ സർക്കാരിനെ അങ്ങ് പിരിച്ചുവിടുമോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പിരിച്ചുവിടുമോ? അങ്ങനെ പിരിച്ചുവിട്ട അനുഭവത്തിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കാരിനെ പിരിച്ചുവിട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും തകർച്ചയുണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിടുകയും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തിരിച്ചു വരികയും ഈ കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ നയിക്കുന്ന പാർട്ടിയായും നിന്നിട്ടുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ ആര് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം. RSSന്റെ നയം നടപ്പിലാക്കാൻ, ഞാൻ അതാണ് പറഞ്ഞു, വേണു കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായിട്ടല്ല ഏറ്റുമുട്ടിയത്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരുമായി ഏറ്റുമുട്ടുന്നു, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ DMK സർക്കാരുമായി ഏറ്റുമുട്ടുന്നു. ഈ പറയുന്ന ഗവർണർ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ നിതീഷ് കുമാർ BJP മുന്നണിയിൽ
മുഖ്യമന്ത്രിയിൽ എത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു നിതീഷ് കുമാറിന്റെ സർക്കാരിനോടും അവിടുത്തെ ഭരണത്തോടും എടുത്തിരുന്ന നിലപാട് എന്ന് രാജ്യത്തിനകത്ത് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോ ഗവർണർ എന്ന പദവിയെ ദുരുപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ, ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിനുള്ള നീക്കം RSS നടത്തുന്നു എന്നുള്ളതാണ് രാജ്യത്തിനകത്ത് ഏറ്റവും മുഖ്യമായ പ്രശ്നം. ആ പ്രശ്നത്തിൽ കേരളം കഴിഞ്ഞ 5 വർഷമായി ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനം കാണുകയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടലാണ് ഗവർണറുടെ ചുമതല. ഒരേ ഒരു കാര്യം, 30 സെക്കൻഡ്, ഒറ്റ കാര്യം. ഈ നോക്കൂ, ഒറ്റ കാര്യം. കേരളത്തിലെ ധനകാര്യമന്ത്രിയെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പുറത്താക്കണം എന്നാവശ്യപ്പെടുന്ന നിലവരെ ഉണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായ ഒരു സർക്കാരിനെയും പാർട്ടിയെയുമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ വക്കാലത്തോടുകൂടി സെനറ്റിലും സിൻഡിക്കേറ്റിലും വന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെ പാളയത്തിലിരുന്ന് നിജേഷ് വിമർശിക്കുന്നത് എന്നുകൂടി കണ്ടുപോകണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, അതിന് നിജേഷ് അദ്ദേഹത്തിന്റെ കൂടെ വരുമ്പോൾ മറുപടി പറയട്ടെ. പ്രശാന്ത് മലവയൽ, ഈ ആർലേക്കറെ പറ്റി ഇന്ന് കെ സുരേന്ദ്രൻ ഒരു സസ്പെൻസിൽ നിർത്തിയ പ്രതികരണം നടത്തുകയുണ്ടായി. പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്താണ് നിങ്ങൾക്ക് ആർലേക്കറെ പറ്റിയുള്ള ധാരണ? എന്ത് ധാരണ ആർലേക്കർ കേരളത്തിൽ ഉണ്ടാക്കും എന്നത് മുൻനിർത്തിയാണ് നിങ്ങളുടെ ഈ പുതിയ നിയമനം? ബഹുമാന്യനായിട്ടുള്ള പുതിയ കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്യുമെന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചതിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിശയോക്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും വളരെ കൃത്യമായി ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ആർലേക്കർ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള വാചകങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്, ഇപ്പോ അഡ്വക്കേറ്റ് പ്രശാന്ത് സാർ ഒഴികെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്, ഇവിടെ എന്തൊക്കെയോ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ വിട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരായിരുന്നു. സംസ്ഥാനത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വന്നത് എന്ന തരത്തിലാണ് നിങ്ങൾ 3 പേരും ചർച്ച ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള വസ്തുത, ഇവിടെ ഉണ്ടായിട്ടുള്ള നിയമനങ്ങൾ, തെറ്റായിട്ടുള്ള തരത്തിലുള്ള നിയമനങ്ങൾ, യോഗ്യതയില്ലാത്ത നിയമനങ്ങൾ, അത്തരത്തിലുള്ള നിയമനങ്ങളെയെല്ലാം ഭരണഘടനാ പദവി ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ഭരണഘടനാ ശരി, ഇതൊക്കെ നാം പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ശ്രീ പ്രശാന്ത് മലവയൽ, എന്റെ ചോദ്യത്തിന് അങ്ങ് വഴങ്ങുക. ആർലേക്കറിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ? ഇപ്പോൾ CPMന്റെ പ്രതികരണം കേട്ടിരുന്നല്ലോ, MV ഗോവിന്ദന്റെ പ്രതികരണം. ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരുമായി ഏറ്റുമുട്ടലല്ല, സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് പോവുക എന്നതാണ് ആ ഭരണഘടനാ പദവിയുടെ ഉത്തരവാദിത്തം. ഇത് രണ്ടും നിർവഹിക്കേണ്ടതാണ്, അതാണ് അതിൻ്റെ സ്വാഭാവികത. അത് പുതുതായി വരുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് മുൻവിധിയില്ല എന്ന് പറയുന്നു. ഈ തുറന്ന മനസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചിട്ടില്ല, വേണ്ട, ഞാൻ അത് പൂർത്തീകരിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ചർച്ച ചെയ്തതാണ്, എത്രയോ കാലം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നിർത്തിയിടത്ത് തന്നെ, അതായത് ഇവിടെ ഭരണഘടനാ പദവികൾ ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളല്ല, അതൊരു നരേറ്റീവാണ്, ആഖ്യാനം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനാ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് വരാൻ പോകുന്ന ഗവർണറും ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ പ്രശാന്ത്, ഇവിടെ ഇപ്പോൾ നിതിനും അടക്കം ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയായിരുന്നു ഒരു BJP ഇതര സർക്കാരിൻ്റെ ഗവർണറായിരിക്കുമ്പോൾ ഇനി ആ സർക്കാരിൻ്റെ ഘടന മാറി അത് മറ്റൊരു രൂപത്തിലേക്കാകുമ്പോൾ, മുഖ്യമന്ത്രി മാത്രം മാറി ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ഈ 2 ഘട്ടങ്ങളിലും ഒരേ ഗവർണർ എങ്ങനെ 2 സമീപനം എടുത്തു എന്നത് ബീഹാറിലെ കാര്യമാണ്. മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിതീഷ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നിതീഷുമായി ഏറ്റുമുട്ടൽ, പ്രത്യേകിച്ചും ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് വിഷയത്തിലാണോ മുഖ്യമന്ത്രിയുമായി ഈ പറയുന്ന സർക്കാരുമായി
സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടിയത് അതേ കാര്യത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അതേസമയം നിങ്ങളുടെ പാളയത്തിലേക്ക് അതേ മുഖ്യമന്ത്രി വരുന്നു, ഇതേ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ നാവ് അടക്കുകയും ചെയ്യുകയാണ് ആർലേക്കർ. അപ്പോൾ ആർലേക്കറിന് ഭരണഘടനാ സംരക്ഷണമാണോ അതോ RSS നിശ്ചയിച്ചിരിക്കുന്ന ഭരണഘടനയുടെ സംരക്ഷണമാണോ പ്രധാന ഉത്തരവാദിത്തമായി നിർവഹിക്കാനുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് വ്യക്തമാണ്. അതേ കളിക്കാണോ ഇങ്ങോട്ടും വരുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മുൻവിധിയില്ല. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിതിൻ കണിച്ചേരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആഖ്യാനങ്ങളൊക്കെ വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്കും പറയാമായിരുന്നല്ലോ. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഗവർണർ വരുന്നത്. ഒറ്റ സെക്കൻഡ്, എനിക്ക് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകണം. അതിനു മുൻപ് ശ്രീ നിതിൻ, MV ഗോവിന്ദൻ ഉണ്ടാക്കിയിരിക്കുന്ന കുരുക്ക് കണ്ടോ? ശ്രീ വേണു, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിനകത്തേക്ക് ഒരു പുതിയ ഗവർണറായി വരുന്നു. അയാളുടെ പശ്ചാത്തലം എന്തോ ആകട്ടെ, ഇതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവർ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളുകൾ വന്നിട്ടുണ്ട്, സൈനിക മേധാവികളായിരുന്ന ആളുകൾ വന്നിട്ടുണ്ട്. ആരും വരട്ടെ, നിങ്ങൾ അതുപോലെയല്ല കേരളത്തിലൊരു സമ്പൂർണ്ണ RSSകാരൻ ഗവർണറായി വരുന്നത്. അല്ല, നോക്കൂ, അതാ ഞാൻ പറഞ്ഞു, സർസംഘ ചാലക് വന്നോട്ടെ, RSSന്റെ ഏറ്റവും വലിയ സർസംഘ ചാലക് വന്നോട്ടെ, ആര് വന്നോട്ടെ, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഭയപ്പെടേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എന്താ ഇപ്പോ നേരത്തെ കോൺഗ്രസിന്റെ ഭരണം രാജ്യത്തിനകത്ത് ഉണ്ടാവുമ്പോഴാണല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ല, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറയുകയാണ് ഇവർ വരുന്നതെല്ലാം ഏറ്റുമുട്ടലാണ്, RSSൽ നിന്ന് അല്ല, സുഗമമായൊരു ഭരണം പിണറായിക്ക് ഒരുക്കാനുള്ള ഒരു നിർവഹണ ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കാൻ പോകുന്നില്ല ഈ ആർലേക്കർ എന്ന് താങ്കൾ ഒരു നാവ് കൊണ്ട് പറയുന്നു. മുൻവിധിയില്ല എന്ന് താങ്കളുടെ സെക്രട്ടറിയെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്നു. ഇതിലെ പ്രശ്നം ഇതാണ്, ഈ MV ഗോവിന്ദൻ പാതിയിൽ പറയാതെ ബാക്കി വെച്ച ഭാഗം നിതിൻ കണിച്ചേരിയോട് ഒന്ന് പൂരിപ്പിച്ചിട്ട് കാര്യമില്ല. ആ പറയാതിരിക്കുന്ന ഭാഗത്തെ നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദതയാണ് BJPയുടെ മുഴക്കമായി ഇപ്പൊ ഈ ന്യൂസ് റൂമിൽ കേട്ടത്. ഞാനങ്ങനെയൊക്കെ വരാം. അല്ലല്ല, ഇത് കാണുന്നവർക്ക് അതറിയാം. ഇല്ലല്ല, MV ഗോവിന്ദൻ എവിടെയാണോ നിശബ്ദനായത് ആ നിശബ്ദതയുടെ ഭാഗത്താണ് BJP അവരുടെ ശബ്ദം കൊണ്ടുവന്നത് പൂരിപ്പിക്കുന്നത്. അതാണ് ഈ പകുതിയിൽ MV ഗോവിന്ദൻ നിർത്തിയതിലെ രാഷ്ട്രീയ പാതകം കിടക്കുന്നത്. അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ മിസോറാം, മണിപ്പൂർ, ഒഡീഷ, കേരളം ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ഈ ഗവർണർമാരുടെ പുതിയ നിയമനം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടല്ലോ. അതിൽ ഈ VK സിംഗിനെയും ഭല്ലയുടെയും ഒക്കെ കാര്യം മാറ്റിവെച്ചാൽ സവിശേഷമായൊരു ഇടപെടൽ കേന്ദ്രം കേരളവുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചിരിക്കുന്നു എന്നത് സുവ്യക്തമല്ലേ? അങ്ങനെയെങ്കിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം കേന്ദ്രം കേരളവുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർ നിയമനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഒരു വീക്ഷണം കണ്ടത്, ഇദ്ദേഹം ഗോവയിൽ നിന്ന് ഉള്ള ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിരുന്നു. ഗോവ നിയമസഭയിലെ സ്പീക്കറായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഗോവയുടെ മുഖ്യമന്ത്രിയാകാൻ പോലും പരിഗണിക്കപ്പെട്ട ആളാണ്. ഗോവയിലെ ക്രിസ്ത്യൻ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് എന്നൊരു വ്യൂ കണ്ടു. സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റി പറയുന്ന ആ റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരാളെ പെട്ടെന്ന് ഗവർണർ ആക്കരുത്. രണ്ടാമത്, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ ഒരു ഫുൾ ടൈം അതിൽ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടുള്ള ഒരാളെ ആ പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റിലേക്ക് ഗവർണറായിട്ട് വിടരുത്. ചീഫ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം ചോദിക്കണം. സ്റ്റേറ്റിൻ്റെ ബൈൻഡിങ് അല്ല, പക്ഷേ അഭിപ്രായം ചോദിക്കുക. പിന്നെ വെൽ നോൺ ഫിഗേഴ്സിനെ അയക്കുക. ഈ സമീപ കാലത്തൊന്നും അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളാകരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴും റെക്കമെൻഡേഷനായിട്ട് കിടക്കുന്നത് കൊണ്ട് ഭരണഘടനാപരമായ ഒരു ബാധ്യത സെൻട്രൽ ഗവൺമെൻറ്റിന് അതിലില്ല. അപ്പോൾ ഇപ്പം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹം നേരത്തെ ഗവർണറായിട്ട് 2 സ്റ്റേറ്റുകളിലെ സേവനം നടത്തിയ ഒരു പരിചയം ഉള്ളതുകൊണ്ട് ഈ ഒരു വാദം, അതായത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു എന്നുള്ളത് പഴയതാണ്. ഇപ്പോൾ കാരണം അദ്ദേഹം ഓൾറെഡി ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 4 ദിവസം മുമ്പ് വളരെ കോൺട്രവേഴ്സ്യലായത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആംഡ് സ്ട്രഗിളിൽ കൂടെയാണ്, അല്ലാതെ മഹാത്മാഗാന്ധിയുടെ നിരാഹാരത്തിൽ കൂടെയോ അഹിംസയിൽ കൂടെയോ ഒന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇന്ത്യ ടുഡേ പോലുള്ള
മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് വന്നിരുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന RSSൻ്റെ ആശയങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഗവർണറാണ് ഓൾറെഡി, അദ്ദേഹം കേരളത്തിലേക്ക് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏറ്റവും ചുരുങ്ങിയത് ചെയ്യാമായിരുന്നത് വിയോജിപ്പ് രേഖപ്പെടുത്തുക. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് ബൈൻഡിങ് ആണോ എന്നുള്ള ചോദ്യം അല്ല എന്നാണ്. പക്ഷേ നമുക്ക് വേറൊരാളെ തരാമോ എന്നൊരു ചോദ്യം ആകാമായിരുന്നു. പിന്നെ അത് ഒത്തുപോകുമെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പം പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജി ഇപ്പം നമ്മൾ കണ്ടു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ RSS പ്രവർത്തകരെ പോയി കാണുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കാനുള്ള തീരുമാനമായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ആളുകളെ കാണിക്കാനെങ്കിലും ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യക്തമായ നിലപാട് ഈ പറയുന്ന ആശയങ്ങളോട് യോജിക്കുന്നതാണോ, ഭരണഘടനാ പദവിയോട് ഏതെല്ലാം രീതിയിലാണ് ഈ സ്റ്റേറ്റിനുണ്ടാകുന്ന സംശയങ്ങൾ. പിന്നെ ഗവർണർക്ക് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന അധികാരങ്ങളെപ്പറ്റി സുപ്രീം കോടതി നിർവചിച്ചത് പല പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നബാം റബിയ എന്നുള്ള ഒരു കേസിൽ പറഞ്ഞത് 3 തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ഒന്ന്, ഭരണഘടനയുടെ കീഴിൽ തന്നെ ചില ഡിസ്ക്രിഷനുണ്ട്. അത് ആർട്ടിക്കിൾ 163 പറയുന്നുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹം മന്ത്രിസഭ പറയുന്നതനുസരിച്ച് ചെയ്യണം. എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ഹി ഈസ് ഓർ അണ്ടർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ടു എക്സസൈസ് ഹിസ് ഫങ്ഷൻസ് ഓർ എനി ഓഫ് ദം ഇൻ ഹിസ് ഡിസ്ക്രിഷൻ. ആ ഡിസ്ക്രിഷൻ എന്താണെന്നുള്ളത് ഗവർണറാണ്. ഗവർണറുടെ തീരുമാനം ഫൈനലായിരിക്കും. അപ്പോൾ അവിടെ വളരെ വലിയൊരു അധികാരമാണ്. ആ അധികാരം ഉപയോഗിക്കേണ്ടി വരുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള 2 സന്ദർഭങ്ങൾ. ഒന്ന്, ഒരു ഹങ് അസംബ്ലി, അതായത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സഭ വരികയാണെങ്കിൽ അതിൽ നിന്ന് ആരെയാണ് മുഖ്യമന്ത്രിയാകാൻ വിളിക്കേണ്ടതെന്നുള്ള ഒരു സാഹചര്യം. പിന്നെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ മന്ത്രിസഭ പിരിച്ചുവിടുക എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുക, ആർട്ടിക്കിൾ 356. അതിൽ മന്ത്രിസഭയുടെ ഉപദേശം വേണ്ട, അദ്ദേഹത്തിന് സ്വന്തം ഡിസ്ക്രിഷൻ ഉപയോഗിക്കാം. പക്ഷെ അവിടെയും നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞിരുന്നു, നേരത്തെ അവർക്ക് ആദ്യത്തെ EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭ പിരിച്ചുവിട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, അത് മനസ്സിലാക്കേണ്ട SR ബൊമ്മെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ പറ്റുന്നത്, വളരെ ചുരുങ്ങിയ, അത് വളരെ ലിമിറ്റഡ് ആക്കി സുപ്രീം കോടതി. അതിനുശേഷം ആ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം നേരത്തെ ഒരു 100-നടുപ്പിച്ച പ്രാവശ്യം ഈ 356 സ്റ്റേറ്റ് പിരിച്ചുവിടുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം 4 പ്രാവശ്യം ഏതാണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റിനെ പിരിച്ചുവിടാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ നടന്നിട്ടുള്ളതോ. അപ്പോൾ അതുകൊണ്ട് അത് ഭരണഘടനയുടെ ഇന്റർപ്രിട്ടേഷനിലൂടെ അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത് ഒന്നുമല്ല. ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്നതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് പിരിച്ചുവിടാനൊന്നും കഴിയുന്നതല്ല, അതൊന്നുമല്ല സാഹചര്യം. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന സമ്പൂർണമായും RSS പശ്ചാത്തലമുള്ള ഒരാൾ, അതാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ 4 ദിവസം മുൻപ് വന്ന വലിയ വിവാദ പ്രസ്താവനയായി ഈ ആർലേക്കറിന്റെ പരാമർശത്തെപ്പറ്റി പറയുന്നതും. അപ്പോൾ അത്രയും അടിയുറച്ച RSSകാരനാണ് എന്ന് വെച്ചാൽ ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തെ, സത്യാഗ്രഹത്തെ, ഇന്ത്യയുടെ വലിയ വിശ്വമാനവികതയിലേക്ക് ഇന്ത്യ ഉയർത്തിക്കാട്ടിയ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഒക്കെ നിഷേധിക്കുന്ന ഒന്നാണ് ആ പരാമർശം, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ കനയ്യകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശവും ഇതുപോലെ തന്നെയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായിട്ടുള്ള ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത്രയ്ക്കൊന്നും വേണ്ടതില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേരളം അടിയന്തരമായി പരിശോധിക്കേണ്ടത്. ചരിത്ര നിഷേധം, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നാവ് ഇനി കേരളത്തിലിരുന്ന് ഈ പുതുവത്സരം മുതൽ ശബ്ദിക്കാൻ പോവുകയാണ്. അതെന്തിനായിരിക്കാം? അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്ന്, അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ചില കാര്യങ്ങളിലുള്ളൂ ഡിസ്ക്രിഷൻ, അത് താങ്കൾ ചൂണ്ടിക്കാണിച്ചു, ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല. എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകും. പിന്നെ ബാക്കി സാഹചര്യങ്ങളിൽ ആർട്ടിക്കിൾ 166 പറയുന്നത് ഈ മന്ത്രിസഭ പറയുന്ന ഉപദേശങ്ങൾ ഗവർണർക്ക് ബാധകമാണ്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഭരണഘടനയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ, അതായത് എക്സ് ഒഫിഷ്യോ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് അദ്ദേഹം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ച് ഗവർണർ സ്വന്തം അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ ബാധ്യസ്ഥനും കൂടിയാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ഒരു പ്രാവശ്യം മന്ത്രിസഭയുടെ ഉപദേശത്തിന് വേണ്ടി കാത്തു നിന്നിരുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചല്ല താങ്കൾ പ്രവർത്തിക്കേണ്ടത്, നിയമത്തിനകത്ത് കൊടുത്തിരിക്കുന്ന, അത് ഭരണഘടനയുമായിട്ട് ബന്ധമില്ലാത്ത
സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സ്ഥാനങ്ങളാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ടിരിക്കുക എന്നൊക്കെ ഉള്ളത് എക്സ് ഒഫീഷ്യോ ചാൻസലറായിട്ട് ഗവർണർ വരുന്നത്. ആ സാഹചര്യങ്ങളിൽ ഗവർണർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് പ്രധാനമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നോമിനേറ്റ് ചെയ്യുന്ന മെമ്പറുടെ കാര്യമൊക്കെ പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗവർണർക്ക് അധികാരം ഉപയോഗിക്കാൻ ബാധ്യസ്ഥന് കൂടിയാണ്. പിന്നെ ഉണ്ടാകാവുന്ന വേറെ ചില സാഹചര്യങ്ങൾ പറയാം. നിയമപരമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ ഗവർണർക്ക് ഒന്നുകിൽ അദ്ദേഹത്തിന് അസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. മന്ത്രിസഭയ്ക്ക് വീണ്ടും അത് സഭയിൽ വെച്ച് വീണ്ടും അത് പാസ്സാക്കിയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ അത് ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. ഗവർണർക്ക് ചില സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് റിസർവ് ചെയ്യാം ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല്. അങ്ങനെ റിസർവ് ചെയ്യുകയാണെങ്കിൽ അത് മണി ബില്ലാണെങ്കിൽ ഗവർണർ അത് അസെൻഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അത് റിസർവ് ചെയ്തിരിക്കുന്നൊരു ബില്ല് അദ്ദേഹത്തിന് മണി ബില്ലല്ലാത്ത ഒരു നിയമം തിരിച്ചയക്കാം. ഗവർണർക്ക് തിരിച്ചയച്ചിട്ട് ഇത് സഭയിലോട്ട് വെച്ചിട്ട് ഇന്ന നിർദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞ് അയക്കാം. ആ ഒരു സാഹചര്യത്തിൽ സഭ അത് വീണ്ടും പാസ്സാക്കി എടുത്തിട്ട് വീണ്ടും പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ഒപ്പിടാൻ ബാധ്യസ്ഥനല്ല. പ്രസിഡന്റ് ഒപ്പിടുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാം. അതിനൊരു കാരണമുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഫെഡറലിസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഓട്ടോണമി കിട്ടുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പിടാൻ ബാധ്യസ്ഥനല്ല. സെൻട്രൽ ഗവൺമെൻറ്റും പ്രസിഡന്റുമായിട്ടുള്ള ബന്ധത്തെക്കാൾ വ്യത്യാസമുണ്ട് ഗവർണറും ഒരു സംസ്ഥാന മന്ത്രിസഭയുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം ഗവർണർ പ്രശാന്ത് പത്മനാഭൻ, ഇതൊക്കെ കേരളം അഭിമുഖീകരിച്ച സന്ദർഭങ്ങളാണ്. താങ്കൾ അതിന്റെ നിയമപരമായ വശങ്ങൾ മാത്രമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ കേരളം അനുഭവിച്ചാണ്. ഇത് തുടരുന്ന രീതി ആയിരിക്കുമോ ഇല്ലയോ? ആ ചോദ്യത്തിന് മാത്രമൊന്ന് അങ്ങ് പ്രതികരിക്കാമോ? അല്ലാതെ ഇതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഈ പറയുന്ന ഉള്ളുകളികളെ പറ്റിയല്ല ചോദിക്കുന്നത്. അതെ 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 മനസ്സിലായി. അതിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആപ്രിഹെൻഷൻ, എന്തെങ്കിലും നമുക്ക് പരാതികളുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിൽ ആശങ്കയുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അറിയിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കുക. ഒന്നാമത്തെ കാര്യം. അല്ലല്ല, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭന്റെ ചോദ്യം അതായിരുന്നില്ല. ശരി, അതായിരുന്നില്ല ചോദ്യം. അതായത് ഇത്രയേ ഉള്ളൂ, എന്താണോ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ തുടർച്ച തന്നെ ആയിരിക്കില്ല ഈ വ്യക്തി വന്നാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം അങ്ങീ പറയുന്ന എല്ലാ തടസ്സവാദങ്ങളും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. അതെ, അല്ല, അതിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിയമങ്ങൾ അകാരണമായിട്ട് വെച്ചിട്ട് താമസിപ്പിക്കുന്നതിനെ പറ്റി സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകിലും നിയമം ലേ ഡൗൺ, സുപ്രീം കോടതിയിൽ ആ കേസ് പെൻഡിങ് ആണ്, അവിടെ നിന്ന് വിധി വരണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇദ്ദേഹം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക, ഭരണഘടനാപരമായ മാർഗത്തിലൂടെ നീങ്ങുക എന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇപ്പോൾ. അത് വരുന്നതിന് മുമ്പ് തടയാനായിട്ട് ഇപ്പം തന്നെ പരാതി കൊടുക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്രിഹെൻഷൻസ് ഉണ്ട് എന്ന് വേറൊരാളെ ആവശ്യപ്പെടാം. അതുകൊണ്ട് ഒരു കഥയും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് ഈ 6 ഏക്കറെ കേരളത്തിലേക്ക് അയക്കുന്നത്. മറ്റെല്ലാ ഈ പറയുന്ന പുതിയ നിയമനങ്ങളെക്കാളും 6 ഏക്കറുടെ നിയമനം വ്യത്യസ്തമാകുന്നതും അതുകൊണ്ടാണ്. ശ്രീ നിജേഷ് അരവിന്ദൻ, ഇവിടെ നിതിൻ കണിച്ചേരി പറഞ്ഞ കാര്യങ്ങളില്ലേ, അതായത് നിങ്ങൾക്കുൾപ്പെടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് എന്ന്. ഇപ്പോൾ ഈ ശക്തമായി ഈ 6 ഏക്കറുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണത്തെ വിമർശിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്, ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ആശയപരമായൊരു പോരാട്ടം നിങ്ങൾ 6 ഏക്കറുമായൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതികരണം വന്നത്. നിങ്ങൾക്കൊപ്പം ഈ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും സംഘികളെ കയറ്റിയപ്പോൾ ആ കസേരയ്ക്കൊപ്പം ഞങ്ങൾ ഇരിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഒരു MSF നേതാവിനെയും കണ്ടിട്ടില്ല, ഒരു KSUവിൻ്റെ നേതാവിനെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഈ കസേരകളിൽ ഇരുന്ന ശേഷം ഈ 6 ഏക്കറെ ആയാലും കുങ്കിയാനെ ആയാലും ഒക്കെ വിമർശിക്കുന്നതിൽ ആത്മാർത്ഥത എത്രത്തോളമുണ്ട്? ഒന്ന്, ഞങ്ങൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്തുനിന്ന് ഒരു സൗകര്യവും സൗജന്യവും വാങ്ങിയിട്ടില്ല. ഏത് കാലത്തും ഞങ്ങളുടെ പാർട്ടി വിട്ടതിന് ശേഷം ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDF ആണ്, സമരം ചെയ്യും എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീട് വളയും, കോടതിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പിറ്റേ ദിവസം ആപ്പിൾ കൊട്ടയെടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കും, അദ്ദേഹം മധുരപലഹാരം ഇങ്ങോട്ട് കൊടുത്തേക്കും, അതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ ശ്രീ നിതിൻ കണിച്ചേരി പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. 6 ഏക്കർ വരുമ്പോൾ CPMന് പേടിക്കാനൊന്നുമില്ല, അത് അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ എത്ര കാലമായി നമ്മൾക്കൊന്ന് ആലോചിക്കാം. ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തുള്ള സമരങ്ങൾ, CPMന്റെ സമരങ്ങൾ, മിനിമം ആസിയാൻ കരാർ, അറബിക്കടലിൽ എന്ന് പറയുന്നത്, അതിലേക്ക് വരാം. അങ്ങനെയൊക്കെ തന്നെ വരാം. ഒരു ആനുകൂല്യവും കൈപ്പറ്റിയിട്ടില്ല എന്നാണ്, ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടില്ല എന്ന് നിതിൻ. യെസ്,
ലീഗിന്റെ എത്ര ആളുകളാണ് പിന്നെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉള്ളത് എന്നുള്ളത് നിജേഷ് ഒന്ന് അന്വേഷിച്ചാൽ മതി. KSUവിന്റെ നേതാക്കൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ അംഗങ്ങളെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കണം. പറയൂ. ഞാൻ നിജേഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. രാഷ്ട്രീയമായി നിങ്ങൾ ഗവർണറുടെ ഈ നിലപാടുകളോട് യോജിക്കുന്നില്ലെങ്കിൽ UDFന്റെ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് എന്താ? ആ നിലപാടിൽ ഞങ്ങളില്ല, ഞങ്ങൾ അതിനൊപ്പമില്ല എന്ന് പറയാനുള്ള ആർജവമല്ലേ കാണിക്കേണ്ടത്? അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും UDFന്റെ നേതൃത്വം കത്ത് നൽകിയതാർക്കാം? സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടുകൾ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയമായ തങ്ങളുടെ കേവല നേട്ടത്തിന് വേണ്ടി കത്ത് നൽകിക്കൊണ്ടിരുന്നത് ഗവർണർക്കാണ്. പരാതി പറയാൻ UDFന്റെ നേതൃത്വം എത്ര തവണയാണ് രാജ്ഭവനിലേക്ക് ചെന്നിട്ടുള്ളത്? അപ്പോ ആരിഫ് മുഹമ്മദ് ഖാനെ വിശ്വാസത്തിലെടുത്തിരുന്നത് UDFന്റെ നേതൃത്വമാണ്. ഇപ്പോഴും നിങ്ങൾ ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കേണ്ടത് എന്താ? ഇപ്പോ നിങ്ങൾ പറയുന്നു 6 ഏക്കറെ കേരളത്തിന്റെ ഗവർണറായി നിയമിക്കുന്നു. എങ്ങനെയാണ് ഗവർണറുടെ വരവ് തടയാൻ കഴിയുമോ? അല്ല, ഒരു നിമിഷം നിതിൻ MSFകാരുടെ പേര് പറഞ്ഞു. നിതിൻ MSFകാരുടെ മാത്രം പേരെ പറഞ്ഞോളൂ. അല്ലല്ല, നിജേഷിന് മറുപടി കൊടുക്കണം. അല്ല, MSFകാർ മാത്രമേ ഉള്ളൂ, MSFകാർ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോ ഇതിന്റെ പ്രശ്നം എന്താ? ഒരു ഗവർണർ നിയമിക്കപ്പെട്ടു എന്ന് വന്നാൽ ആ ഗവർണറെ തടയാൻ നിലവിൽ അല്ലല്ല, ഒന്നാമത് നിതിന്റെ ഊഴമല്ല, നിജേഷിന്റെ ഊഴമാണ്. ഇവിടെ നിജേഷ് അങ്ങ് ആദ്യം പറഞ്ഞ വാദത്തെ ഖണ്ഡിച്ചതിന് ഒരു അവസരമാണ് അങ്ങേക്ക് നൽകിയത്. അല്ലല്ല, നിതിൻ ഒന്ന് സഹകരിക്കൂ. നിങ്ങൾ ഇപ്പൊ പറയുന്നതിൽ MSFകാരുടെ പേര് മാത്രമേ ഉള്ളൂ, KSUവിന്റെ പേരില്ലേ? MSFകാരുടെയും KSUക്കാരുടെയും എല്ലാം പേരുണ്ട്. കേരള സർവകലാശാലയിലുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട്, എല്ലാം ഉണ്ട്. ഇവരുടെ കൂടി വിദ്യാർത്ഥികളുടെയും പേരുകൾ കൂടിയാണ്. നോക്കൂ, ഇതാണ് വന്നിരുന്നത് എന്ന് കേരളത്തിന്റെ മുമ്പിൽ പകൽ പോലെ വ്യക്തമാണ്. ഞാൻ ആ പേരുകൾ കൂടി 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ പേരുകൾ വേണമെങ്കിൽ ചർച്ച പൂർത്തിയാക്കുന്നതിന് ആ പേരുകൾ കൂടി ഞാൻ പറയാം. ഈ ചർച്ചയിൽ തന്നെ ഞാൻ ആ പേരുകൾ കൂടി ഞാൻ പറയാം. ആ പേരുകൾ എടുക്കൂ നിജേഷ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നിതിൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നിരന്തരമായി സമരം ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഞാൻ പറഞ്ഞ ആസിയൻ കരാർ, 2 ദിവസം പണിമുടക്ക്, ഗ്യാസും കുറ്റി സമരം, അടുപ്പ് കൂട്ടൽ സമരം. ഈ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനെ ഒരു സമര പരിപാടി CPMന്റെ ഭാഗത്തുണ്ടായോ എന്ന ചോദ്യമാണ്. RSS ആദ്യമായിട്ടല്ല ശ്രീ വേണു ഇങ്ങോട്ട് ആളെ അയക്കുന്നത്. മോഹൻ ഭാഗവത് ദേശീയ പതാക ഉയർത്താൻ വേണ്ടി ഇങ്ങോട്ടാണ് വന്നത്. ഹൊസബള വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പൂച്ചെണ്ടുമായി പോയത് പിണറായി വിജയന്റെ വിശ്വസ്തൻ, നാളെ നമ്മുടെ DGP ആയ അജിത് കുമാറാണ്. വത്സൻ തില്ലങ്കേരിയോട് അവിടെ പോയി ചർച്ച നടത്തിയ ഇദ്ദേഹമാണ്. ശബരിമലയ്ക്കകത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചത് വത്സൻ തില്ലങ്കേരിയാണ് എന്നതിൽ പരസ്യമായ കാര്യമാണ്. നേരെ തിരിച്ച് BJP അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് ഒരു സമരം ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മയുടെ വൈദ്യുതി വർധന ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു കരാർ, ആസിയാൻ മുഹമ്മദ് ഖാനും CPMുമായുള്ള ഏറ്റുമുട്ടലിന്റെ ആ പഴയ കഥയുടെ ഒരു തുടർച്ചയാണ് വരിക എന്നല്ല കരുതേണ്ടത്. ആർലേക്കർ നിങ്ങൾക്ക് ചുട്ട പാഠം തന്നിട്ട് വരുന്ന ഒരാളാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുമല്ലോ. ഇപ്പൊ ഗോവയിൽ ഒരു നിമിഷം ഗോവയിൽ BJP ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അക്കൗണ്ട് തുറക്കുന്നത് ആർലേക്കറിലൂടെ കൂടിയുമാണ് എന്ന് അങ്ങേക്ക് അറിയുന്നതാണ്. 2 തവണയാണ് അദ്ദേഹം അങ്ങനെ നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന, പിന്നീട് മന്ത്രിയാവുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ തുടർഭരണം ഇതൊക്കെ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളിൽ ഈ പരീക്കറിനെ പോലെ തന്നെ വളരെ പ്രായോഗിക ബുദ്ധിയോടെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ഈ ആർലേക്കർ ആണല്ലോ. എന്നും മാത്രവുമല്ല, 2017 നിങ്ങളായിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, 17 സീറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രധാനപ്പെട്ടൊരു നിങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കാൻ വൈകി, മറ്റ് സഖ്യകക്ഷികളെ ഐക്യപ്പെടുത്തുവാൻ വൈകി. അതിൻ്റെ ഭാഗമായി പെട്ടെന്നാണ് BJPക്ക് ഇവിടെ അധികാരം പിടിക്കുവാൻ കഴിഞ്ഞത്. എങ്ങനെ? നിങ്ങളിൽ തന്നെ വലിയൊരു കൂട്ടരെ അടർത്തിയെടുത്തുകൊണ്ട്. അങ്ങനെ ഗോവയിൽ BJPക്ക് ആദ്യം ഭരണവും പിന്നെ ഭരണ തുടർച്ചയും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി സൃഷ്ടിച്ച് സമ്മാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ മന്ത്രി പദവി ഉൾപ്പെടെ അലങ്കരിച്ച്, സ്പീക്കർ പദവി ഉൾപ്പെടെ അലങ്കരിച്ച് സ്വസ്ഥനായി പിന്നെ ഗവർണറുമായി ഇപ്പോൾ നിങ്ങളെ തന്നെ ലക്ഷ്യമിട്ടുകൂടി കൊണ്ടുകൂടിയാണ് ഈ ആർലേക്കർ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ CPM എന്ന ഈ പറയുന്ന അതേ തട്ടിലിട്ടല്ല ആർലേക്കറുടെ വരവിനെ നിങ്ങൾ തുലനം ചെയ്യേണ്ടത്. അല്ല, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഞങ്ങൾ പേടിക്കുന്നില്ല.
BJP സംവിധാനത്തെ ഞങ്ങൾ പേടിക്കുന്നില്ല. കേരളത്തിലേക്ക് ആരെ അയച്ചാലും ശരി അവരോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയും ത്രാണിയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. BJP RSS ആരോ വരട്ടെ, അവരോട് ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടടുത്ത് ഏറ്റുമുട്ടും. ഞങ്ങൾ കേരളത്തിലേക്ക് അതേ ഗോവയ്ക്കകത്ത് വേണു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് 2 സീറ്റിൽ 1 കോൺഗ്രസ് ആണ് ജയിച്ചത്. മണിപ്പൂരിലെ 2 സീറ്റിൽ 2 കോൺഗ്രസ് ആണ് ജയിച്ചത്. പരിക്കേറ്റു എന്ന യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് പ്രത്യയശാസ്ത്രപരമായി നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞ BJP-കാരന് ചുവട് പിടിച്ചുകൊണ്ട് ഇത് മുസ്ലിം വർഗീയവാദികളുടെ ജയമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജയത്തിലും പരാജയത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളി പറഞ്ഞ, മഹാത്മാഗാന്ധിയെ തള്ളി പറഞ്ഞ, സ്വാതന്ത്ര്യത്തെ, വ്യക്തിപരമായ കനയ്യകുമാറിന്റെ സ്വാതന്ത്ര്യത്തെ തള്ളി പറഞ്ഞ ഈ ആളെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ എതിർക്കേണ്ടിടത്ത് ഞങ്ങൾ എതിർക്കും. BJP ഇനി ഇദ്ദേഹം എന്നല്ല, ആരെ കൊണ്ടുവന്നാലും, അമിത്ഷാ വന്നാലും നരേന്ദ്രമോദി വന്നാലും ഞങ്ങൾ കുടപിടിച്ചു പോവാറില്ല. സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുങ്കിയാനപ്പണി ഈ പറയുന്ന പിണറായിക്ക് വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തതെന്നാണല്ലോ അങ്ങ് പറയുന്നത്. നിങ്ങളുടെ 86,000 വോട്ട് തൃശ്ശൂരിൽ പോയതും ഈ കുങ്കിയാന കാരണമാണ്. ഇങ്ങനെ തന്നെയാണ് ഗോവയിലും കൃത്യമായ നീക്കങ്ങൾ നടത്താൻ ആർലേക്കർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. മനോഹർ പരീക്കറിന് ശേഷം അങ്ങനെ സ്വീകാര്യനായ ഒരു നേതാവില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന സഭകളുമായുള്ള ബന്ധം മോശമാകുമെന്നൊക്കെ കരുതിയിരുന്ന കോൺഗ്രസിന് വലിയ ഇച്ഛാഭംഗമാണ് അവിടെ ഉണ്ടായത്. അവിടെ അടുത്ത നിര നേതാക്കന്മാർ അതേ കാര്യങ്ങളിൽ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത്. ഇവിടെ ഇപ്പോൾ സഭയെ പിടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന് കൃത്യമായി അങ്ങനെ പിടിച്ച് വിജയിച്ച ഒരു കരുവിനെ ഇറക്കുകയാണ് ആർലേക്കറിലൂടെ ഈ മോദിയും അമിത്ഷായും. അവിടെ അവർ കണ്ണുവെക്കുന്ന ഒരു കൂട്ടർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ 86,000 വോട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പോയതെങ്കിൽ നിങ്ങളെ അടിപടലെ കൊണ്ടുപോകാനുള്ള അടുത്ത നീക്കങ്ങൾ കൂടി ആർലേക്കറിലൂടെ ഈ മോദിയുടെയും ഷായുടെയും നീക്കങ്ങൾ ഉണ്ടാകും. ശ്രീ നിജേഷ്, ഇതിനേക്കാൾ വലിയ കച്ചവടക്കാർ ഇവിടെ കെട്ടുമായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നടക്കാത്ത കാര്യം, കേരളത്തിനകത്ത് ഏതെങ്കിലും സഭയെ പിടിക്കാമെന്ന വ്യാമോഹം അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയുമില്ല. ഗവർണർ വന്ന് നാളത്തെ കേരള രാഷ്ട്രീയത്തെ മാറ്റും എന്ന് പറഞ്ഞാൽ 86,000 കണക്ക് സംഭവിച്ചു പോയി. തൃശ്ശൂരിൽ, പക്ഷെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ എത്തുകയും സഭാ നേതാക്കന്മാരെയൊക്കെ കാണുകയും ചെയ്ത കാര്യം അങ്ങേക്കറിയുന്നതാണല്ലോ. കാണേണ്ട എന്ന് നല്ല ധൈര്യത്തോടെ പറഞ്ഞ ഒറ്റ ബിഷപ്പേ ഉള്ളൂ, അത് നെറ്റോ ബിഷപ്പാണ്. അതല്ലാത്ത ബാക്കി എല്ലാവരും കണ്ടു. കിട്ടേണ്ടത് കിട്ടിയിട്ടുമുണ്ടാകും. തൃശ്ശൂരിൽ നിന്നുള്ള നിങ്ങളുടെ അനുഭവം അതാണ്. ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് മലവയൽ, ഈ ഗോവയിൽ നിങ്ങൾ വിജയിച്ച കാര്യമാണ് എപ്പോഴും കേരളത്തെ ചൂണ്ടിക്കാട്ടി ഇനി ഭാവിയിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വിജയ സമവാക്യം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുന്നത്. ആർലേക്കറുടെ വരവ് അതുകൂടി കണ്ടിട്ടാണോ? അതിനു മുമ്പ് അവതാരകൻ ചില പദപ്രയോഗങ്ങൾ, ഒന്ന് സംഘികൾ, എന്തൊരു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളും ഈ വാട്സാപ്പിലൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടില്ല. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത് നിങ്ങൾ ഇപ്പോ ഇദ്ദേഹത്തെ കുറിച്ച്, അതായത് മറ്റേ ബിഷപ്പിന്റെ ഇതിനെ കുറിച്ച് പറഞ്ഞു. അതും ഒരു യോജിക്കാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് താങ്കൾ നടത്തുന്നതെന്ന് വിമർശനാത്മകമായി സൂചിപ്പിക്കുകയാണ്. താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇനി ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഭരണഘടന മുഴുവൻ അട്ടിമറിച്ച് ഇവിടുത്തെ നിലവിലുള്ള സർക്കാരിനെ അങ്ങോട്ട് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ടുള്ള ഗവർണർ വരുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അവതാരകൻ അടക്കം ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ നേരത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അത് വേണ്ട എന്ന് തടസ്സപ്പെടുത്തിയത് നിങ്ങളാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിൽ ചെയ്തത് എന്താണോ, നിയമവും അതുപോലെ തന്നെ ഭരണഘടനയും ഉപയോഗിച്ച് ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി ചെയ്യും. അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്കാണ്. AKG സെന്ററിൽ നിന്നുള്ള ആ ചീട്ടുകളും ചെറിയ വരിയോലകളും അത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണം നടത്താൻ ഗവർണറെ കൊണ്ട് സാധിക്കില്ല എന്ന് തെളിയിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുപോലെ തന്നെ ആയിരിക്കും, ഒരു സംശയവുമില്ല, AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ചീട്ടുകളും അവിടുത്തെ വരിയോലകളും അവിടുത്തെ മുറിയോലകളും ഒന്നും വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ട് ഇടതുപക്ഷത്തിന്റെ രീതിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും
ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഗവർണർക്ക് എപ്പോഴും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒന്നുകൂടി പുറകിൽ നിൽക്കുന്ന സംവിധാനമാണ് എല്ലാ തരത്തിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇപ്പോ ചാൻസലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അറിയാത്തത് പോലെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചപ്പോൾ അതിനും വേണ്ടി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ചാൻസലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന് പുറമെയുള്ള അധികാരം, ആ അധികാരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അതിലൊന്നും യാതൊരു തർക്കവും സംശയവും വേണ്ട. ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതിന്റെ ബാക്കി തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട അർലേക്കറും ചെയ്യാൻ വേണ്ടി. എന്ത് ചെയ്തു? നിങ്ങളൊന്ന് പറ എന്താ ചെയ്തത്? അല്ല BJP-ക്കാരാ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് മലയാ കേരളത്തിൽ മറിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞു പോ. വെറുതെ എന്തെങ്കിലും പറയല്ലേ? ഒരു സാധനവും ചെയ്തിട്ടില്ല. കുറെ ബില്ലെടുത്ത് വീട്ടിൽ വെച്ചു, അതിനപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വെറുതെ സ്വപ്നം കാണണ്ട. ആരിഫ് മുഹമ്മദ് ഖാൻ എന്നല്ല, ഒരാൾക്കും അതിനപ്പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? വെറുതെ നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടെ വന്ന് എന്തോ ചെയ്യുമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. ഒന്നും ചെയ്യാൻ പോകുന്നില്ല സുഹൃത്തെ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല സുഹൃത്തെ. ഒന്നും നടക്കില്ല. നിങ്ങൾ ഏത് ഗോവക്കാരനെ കൊണ്ടുവന്നാലും ഒരു സാധനവും നടത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് വലിയമായി വർത്താനൊന്നും പറയണ്ട. ഒന്നും നടക്കില്ല നിങ്ങൾക്ക്. എന്ന് കൃത്യമായിട്ട് എന്ത് നടക്കാൻ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് നടത്തി? നിങ്ങൾ ഉദാഹരണം പറ. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ മറച്ച മലയൊന്നും പറ. സംസ്ഥാന സെക്രട്ടറിയാണ്, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനെ ഞങ്ങൾ ഇരുകൈയും നീട്ടി, ആ സ്വാഗതത്തെ ഇരുകൈയും നീട്ടി. അല്ലല്ല പ്രശാന്ത്, അങ്ങേ ഖണ്ഡിക്കുന്നത് നിതിനല്ല. അങ്ങേ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് നിതിനല്ല. അങ്ങേ വിമർശിച്ച് സംസാരിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധി നിജേഷ് അരവിന്ദാണ്. സോറി നിജേഷ്, ഞാൻ നിതിനാണ് തെറ്റിദ്ധരിച്ചു പോയതാണ്. സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. ശക്തമായ ശബ്ദം അപ്പോ അങ്ങ് തന്നെ മനസ്സിലാക്കുകയാണ്. എന്റെ അവസരത്തിൽ ഇടപെട്ടതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. സോറി, എന്റെ അവസരത്തിൽ ഇടപെട്ടപ്പോൾ എന്റെ വാക്കുകൾ മുഴുവിപ്പിക്കാതെ ഇടപെട്ടപ്പോൾ ഞാൻ അതിൽ തെറ്റിദ്ധരിച്ചു പോയി. ശരി നിതിൻ. അല്ല, ഞാൻ ചർച്ചയിൽ സാധാരണ അങ്ങനെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടപെടാത്തതുകൊണ്ടാണ്. പ്രശാന്ത് പറഞ്ഞതിൽ വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. ഒന്ന്, കേന്ദ്ര സർവകലാശാലകളുടെ കാര്യത്തിൽ ഗവർണർ അധികാരമൊക്കെ കൂടെ പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിൽ ചാൻസലറായി വന്നത് ഭരണഘടനാപരമായിട്ടല്ല, കേരളത്തിലെ നിയമസഭ പാസാക്കിയ ബില്ലനുസരിച്ചാണ്. ആ ബില്ല് മാറ്റി കേരളത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്തി ആ നിയമത്തിൽ ഒപ്പുവെക്കാതിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നത്. ഇതുപോലെ ഒട്ടേറെ ബില്ലുകൾ ഒപ്പുവെക്കാതെ തന്റെ രാജ്ഭവന്റെ മേശപ്പുറത്ത് വെച്ച് കോടതി ഒരു ഘട്ടത്തിൽ ഇടപെടും എന്ന ഘട്ടം വന്നപ്പോഴാണ് അതിൽ ചില രാഷ്ട്രപതിക്ക് അയക്കാനും ഒക്കെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ. ഞാൻ അതിലേക്ക് വരികയല്ല. ഇവിടെ ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറഞ്ഞല്ലോ, കോൺഗ്രസുകാർക്ക് ഒരുപക്ഷെ ഒരു ഭയമുണ്ട്. ആ ഭയത്തിന്റെ കാരണം ശ്രീ വേണു തന്നെ നേരത്തെ പറഞ്ഞു. ഒരു രാത്രി കോൺഗ്രസിന്റെ നേതൃത്വം ഗോവയിൽ ഉറങ്ങാൻ പോയപ്പോഴാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പറന്നിറങ്ങിയ, പനാജിയിൽ പറന്നിറങ്ങിയ BJP-യുടെ നേതൃത്വം കോൺഗ്രസിന്റെ MLA-മാരെ വിലക്കെടുത്ത് BJP-യുടെ ഭരണമുറപ്പിച്ചത്. കോൺഗ്രസിന്റെ MLA-മാരെ വിലക്കെടുത്തു എന്ന് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയാക്കുന്ന ആളുകളെ ഗോവയുടെ പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ കൊണ്ടുപോയി തിരുരൂപത്തിന്റെ മുമ്പിലും ദൈവവിശ്വാസികളായ ആളുകളെ കൊണ്ടുപോയി ഞങ്ങൾ ജയിച്ചു വന്നാൽ മാറുകയില്ല, കളം മാറുകയില്ല എന്ന് സത്യം ചെയ്യിപ്പിക്കുന്ന കാഴ്ച പോലും ഈ രാജ്യം കണ്ടതാണ്. അപ്പോ ആ ഭയമൊക്കെ ചിലപ്പോൾ കോൺഗ്രസുകാർക്കുണ്ടാവും. ചില കാര്യം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, കെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഏരിയ സെക്രട്ടറി നേരെ ഇറങ്ങി BJP പോയത് കേരളത്തിലാണ്. അങ്ങനെ അടച്ചാക്ഷേപിച്ചു പറയല്ലേ? ഇനി 10 മിനിറ്റേ ഉള്ളൂ. ഏരിയ സെക്രട്ടറി ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത് BJP-യിലേക്കാണ്. DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങിപ്പോയത് BJP-ക്ക്. അതുകൊണ്ട് ആ തരത്തിലുള്ള പഴയ രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് മറുപടി പറയണ്ട. അല്ല, ആ രാഷ്ട്രീയം പോയത്
അല്ലെ അനിൽ ആ കാലം കഴിഞ്ഞ നിതിനെ നിങ്ങളുടെ മുന്നിലെ ഏരിയ സെക്രട്ടറി പഴയ കഥകളല്ല CPM-ലെ ആളുകൾ ഇറങ്ങിപ്പോയി. CPM-ലെ ആളുകൾ കൂട്ടം കൂട്ടമായി BJP-യിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. അല്ല, നിങ്ങൾ പുറത്താക്കിയ കഥകൾ പറയണ്ട. ഏരിയ അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവശിഷ്ടം എന്റെ നിതിനെ കേരളത്തിലെ CPM-ൽ നിന്ന് ഒഴുക്കാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇവിടെ പറയുന്ന രാഷ്ട്രീയം പറയുന്നേ പറ. വെറുതെ ഗോവയിലേക്കൊന്നും പറഞ്ഞു പോവേണ്ട. ഇന്ന് കേരളത്തിലെ CPM എന്നാണ് ഒഴുക്ക്. വിഷയം പറഞ്ഞാൽ ഇതിനെ ഞാൻ ഇടപെടില്ല. വെറുതെ കോൺഗ്രസിനെ ആക്ഷേപിക്കാനാണ് താങ്കൾ വന്നെങ്കിൽ ഇടപെടേണ്ടി വരും. അതൊന്നും വിചാരിക്കരുത്. ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തെ ക്രോസ് ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കൂഞ്ഞും ചെയ്യാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, നിതിൻ ഈ ചർച്ചയിൽ നിതിനെടുത്ത സമയം നോക്കുക. ശരി അടുത്ത പ്രശാന്ത് പത്മനാഭൻ, ക്ഷമിക്കണം, അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയാതെ പോകുന്നതിൽ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ പാതിയിൽ വെച്ച ദൗത്യം പൂർത്തീകരിക്കാനാണോ ആർലേക്കർ വരുന്നത്, അതോ ഗോവ കേരളത്തിൽ ആവർത്തിക്കാനോ? കാത്തിരിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.